അമേരിക്കയിലേക്ക്. ആ അമേരിക്കയിൽ എവിടെ എത്തിയെന്ന് ചോദിച്ചില്ല. എവിടെയാണ് ഇപ്പൊ എവിടെ എത്തി അമേരിക്കയില്? ആ അമേരിക്കയില് എവിടെയാ? അമേരിക്കയില് എവിടെയാണ്? അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലമല്ലേ. അമേരിക്കയില് എവിടെയാണ് ഇപ്പൊ എത്തിയത്? അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലമാണെന്ന്. അമേരിക്കയിൽ ഇപ്പൊ എവിടെയാണെന്ന്, അമേരിക്കയിൽ ഏത് സ്ഥലത്ത് എത്തിന്ന്? അമേരിക്കയിൽ എവിടെ എത്തിന്ന് ചോദിച്ചില്ലേ? അതിന് ഉത്തരം പറയ്. അമേരിക്ക വലുതാണ്. അപ്പം ഈ റോഡൊക്കെ വലിയ റോഡാണ്. അതുകൊണ്ട് ഇത് അമേരിക്ക അല്ല. അമേരിക്ക ആണെന്ന് സമ്മതിച്ചു. ഈ അമേരിക്കയിൽ എവിടെയാണ് ഇപ്പൊ എത്തിയത് എന്നാണ് ഞാൻ ചോദിക്കണത്. അമേരിക്കയിൽ എത്തി എന്നുള്ള ശരി. അമേരിക്കയിൽ ഏത് സ്ഥലത്ത് എത്തിന്ന് അതാ ചോദിക്കണേന്ന്. നീ ആരാ? ഞാനല്ലേ ഇവിടുത്തെ യാത്രക്കാരനല്ലേ. കുട്ടിയല്ല, ഞാൻ വലിയ ആളാ. ആ ഞാനിപ്പോ അമേരിക്ക പോണെന്ന് പറഞ്ഞു. താൻ എന്നെ അമേരിക്ക കൊണ്ടുപോയി. അമേരിക്കയിൽ എനിക്ക് പോകേണ്ട സ്ഥലം പറയാ. എനിക്ക് പോകേണ്ടത് വാഷിങ്ടൺ DC-യിലാണ്. ആ അവിടേക്ക് പോ പെട്ടെന്ന് പൊക്കോളൂ. എത്തിയോ? എവിടെ എത്തി? വാഷിങ്ങോ? സ്ഥലം പറയ്. എവിടെ എത്തിപ്പോ? വാഷിങ്ടൺ DC എത്തി അല്ലേ? ശരി ഇറങ്ങാണേ. ശരി. ആ പൈസ തരാം. ഇറങ്ങി കേട്ടോ. പൈസ എത്രയായി? വാഷിങ്ടൺ DC വരെ എത്രയായി പൈസ? 50,000 രൂപയെ? അയ്യോ, എനിക്ക് 50,000 ഇല്ലല്ലോ. ഇനി എന്താ ചെയ്യാ? 50,000 ഇല്ല. ഒരു ചെക്ക് എഴുതി തരട്ടെ? ഒരു 5 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്ക് എഴുതി തരട്ടെ? ബാക്കി എമൗണ്ടിന് 10,000 രൂപ ക്യാഷും തരാം, 40,000 രൂപയ്ക്ക് ചെക്ക് തരാം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് മതിയോ? പറ്റൂല. ഒരു കാര്യം ചെയ്യാം, ഞാൻ 10,000 രൂപ ക്യാഷ് തരാം. ബാക്കി ഒരു കാര്യം ചെയ്യാ, വീട്ട് സാധനങ്ങൾ എന്തെങ്കിലും കഴുകി തന്നാ മതിയോ? ബാക്കി കാശിന് 40,000 രൂപയ്ക്ക് വീട്ടിലെന്തെങ്കിലും കാശ് കഴുകി തന്നാ മതിയോ? പറ്റൂല. ഇത്രതായിട്ടാണ് ഇല്ല പറയുന്നത്. ഇതാണ് ഞാൻ ചോദിച്ചത്. അത് 6,000. ഇത് 8,000 ആയിട്ടുള്ളൂ. നീ ചോദിച്ചത് 50,000 അല്ലേ? ആ 8,000 വന്നാ മതിയോ? 50,000 പകരം മതിയോ? ആ ശരി, അത് മതിയെങ്കിൽ അത് മതി കേട്ടോ. ഞാൻ 50,000 ഞാൻ പറഞ്ഞത്. കാശില്ല, ചെക്ക് എഴുതി തരാന്ന് പറഞ്ഞത്. 10,000 രൂപ അല്ലേ? 10,000 രൂപ മതിയല്ലേ? 50,000 വേണ്ട അല്ലേ? ആ ശരി. അപ്പൊ ശരിയായി കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ എനിക്ക് പോവാനുണ്ട്. എനിക്ക് ഫ്രാൻസ് വരെ ഒന്ന് പോവാനുണ്ട്. ഫ്രാൻസിലേക്ക് പോട്ടെ? കേറട്ടെ? 200 രൂപയാവും. ആ ശരി, കേറാട്ടോ. എത്ര അറിയോ? കൊറേ 1000 രൂപ വേണം. 1000 രൂപയാ? ആ 1000 രൂപ തരാട്ടോ. ഫ്രാൻസിൽ പോവില്ലേ? കേറട്ടെങ്കിൽ? ആ ഞാൻ കേറുകയാണേ. ശരി. പൈസ ഉണ്ടല്ലോ, ഇനി എന്തിനാ പണിയെടുക്കണെന്ന്? പൈസ കയ്യിലുണ്ടല്ലോ, പിന്നെ പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ കേറുകയാണേ. ആ ഫ്രാൻസില് പൊയ്ക്കോളൂ. ആ ഫ്രാൻസിൽ പൊക്കോ.
എത്തിയാ? ആ ശരി. നിങ്ങളെന്താ എന്റെ ഫോട്ടോ എടുക്കുന്നത്? ആ എത്രയായി? ഫ്രാൻസിൽ എത്രയായി ഇപ്പൊ പൈസ? പറഞ്ഞില്ലേ എത്രയാണ് പറയൂ? 50,000 രൂപ. 50,000 രൂപയാ? 50,000 ഇല്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു ചെക്ക് തരട്ടെ. ഇന്നലെ 1,000 രൂപ തരാൻ പറ്റും. ആ 1000 രൂപ തരാം. ബാക്കി എമൗണ്ടിന് ഞാൻ 49,000 രൂപയ്ക്കേ ഒരു ചെക്ക് തരട്ടെ, ഒരു കൊല്ലം കഴിഞ്ഞുള്ള ചെക്ക് തരട്ടെ. വേണ്ട വേണ്ട, 1000 തന്നാ മതി. 1000 തന്നാ മതിയോ? ദേ 200 രൂപ, 250, 450, 500. അപ്പോൾ 950. 950 പിന്നെ 50. ഇത് 1000 രൂപയായില്ലേ? ശരി, അപ്പം ഞാൻ പോവുകയാണേ.